സ്വർണ്ണക്കടത്ത് പ്രതിയിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം വാങ്ങിയ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ദിനേശ് ബാബുവിനെതിരായ റിപ്പോർട്ട് പൂഴ്ത്തി ജയിൽ വകുപ്പ്. ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകിയില്ല. 2023 ജൂൺ മാസം 16-നാണ് ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത്. 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ 1.5 വർഷമായിട്ടും ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകിയില്ല. ആഭ്യന്തര വകുപ്പ് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റിനു സീതർ ചേരുന്നു. റിനു സീതർ, പൂഴ്ത്തിവെച്ചതാണ് കാരണം അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായിട്ടുള്ള അനസിൽ നിന്ന് ഗൂഗിൾ പേ വഴി ദിനേശ് ബാബു, ഡെപ്യൂട്ടി ജയിൽ സൂപ്രണ്ടാണ്, ഏകദേശം 25,000 രൂപ ഗൂഗിൾ പേ വഴി വാങ്ങിയ ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത് കൃത്യമായി തന്നെ പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടും ജയിൽ വകുപ്പ് നടപടിയെടുത്തില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ അന്നത്തെ വാർത്ത. പക്ഷേ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പിനോട് എന്താണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുത്തോ, അത് കൃത്യമായി തന്നെ റിപ്പോർട്ടായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം 1.5 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ 2023 ജൂൺ 16-ന് ഉത്തരവിറക്കി തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ഈ ഉത്തരവിൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 1.5 വർഷത്തിലധികമാകുന്നു. ഇതുവരെയും ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ജയിൽ വകുപ്പ് നൽകിയതുമില്ല. പിന്നീട് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് നൽകിയില്ല എന്ന് ആഭ്യന്തര വകുപ്പ് ചോദിച്ചതുമില്ല. ഈ ജയിൽ വകുപ്പ് ആകെ ചെയ്തത് നമുക്കറിയാം. ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന പി അജയ്കുമാർ, മധ്യമേഖല ഡിഐജി, മധ്യമേഖല ജയിൽ ഡിഐജിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച ദിനേശ് ബാബുവിന് സംഭവിച്ചു എന്നതടക്കമുള്ള ഒരു റിപ്പോർട്ട് ജയിൽ വകുപ്പിന്, അതായത് ജയിൽ ഡിജിപിക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു ഗുരുതര വീഴ്ചയുണ്ടെന്ന് ജയിൽ വകുപ്പിന്റെ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ഈ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും എടുത്തില്ല. ഇപ്പോഴിത് ആഭ്യന്തര വകുപ്പ് 1.5 വർഷമായി റിപ്പോർട്ട് തേടിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ആ ഒരു റിപ്പോർട്ട് നൽകുവാൻ ജയിൽ വകുപ്പ് തയ്യാറാവുകയും ചെയ്തിട്ടില്ല. ഓക്കെ റിനു, 1-2 ദിവസമല്ല, 1-2 ആഴ്ചയല്ല, 1-2 മാസമല്ല, 1.5 വർഷമായി ജയിൽ വകുപ്പ് ഈ കൈക്കൂലി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ആ റിപ്പോർട്ടിന് പിന്നാലെയുള്ള ഓട്ടത്തിലുമാണ്.